ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഇരുന്ന് കരയാ. ഞാൻ ഇയാളെടുത്ത് പോയി, ഞാൻ എന്താ ചങ്ങായി പ്രശ്നം, പിന്നെ എന്തിനിങ്ങനെ കരയുന്നത്? അപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. എന്ത്, ഇയാൾ വന്നത് ആക്ച്വലി ഇയാളുടെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതും February 13 മിഡ് ആണ് സംഭവം. നാളെ February 14 ആണ്. അപ്പോൾ ആ ഒരു വാലന്റൈൻസ് ഡേൻ്റെ സ്പെഷ്യൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേഷൻ ഇട്ടിട്ട് ഇയാൾ ഫ്രാൻസിൽ നിന്ന് ബാംഗ്ലൂരിൽ, അതായത് ബാംഗ്ലൂരിലാണ് ഇയാൾ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ആ ഒരു വെപ്രാളത്തിൽ ഇയാൾ ശരിക്കും, അപ്പോൾ എനിക്ക് സാധാരണ തോന്നി കേട്ടോ. കാരണം അത്രയും ഡെഡിക്കേഷൻ എടുത്ത് അത്രയും വെപ്രാളമായിട്ട് ഇയാൾ വരുന്ന സമയത്ത് അപ്ലിക്കേഷൻ വിസയാന്ന് തെറ്റിദ്ധരിച്ച് പാവം ചങ്ങായി വന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നാണ്, സർപ്രൈസാണ്, ഇവിടെ പിക്ക് ചെയ്യാനൊന്നും ആരുമില്ല, എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല, ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉള്ളൊരു വിഷമം കൊണ്ട് അയാൾക്ക് അറിയാം. അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് ചങ്ങായി, സംഭവം ഇതാണ്, ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തു തരാം. കാരണം ഞങ്ങൾക്ക് എയർലൈന് പെനാൾട്ടി വരെ വരുന്ന കേസാണ്, 1 lakhിൻ്റെ അടുത്ത് പെനാൾട്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഒന്നും നടക്കില്ല, നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റിൽ നിങ്ങൾ കയറ്റി വിടണം, നമ്മൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റ് നെക്സ്റ്റ് മിഡ് ആണ്, 18 hours ഗ്യാപ്പ് ഉണ്ട്, നിങ്ങളിവിടെ ഡിറ്റൻഷൻ റൂമിൽ നിങ്ങൾ ഇരിക്കണം. പിന്നെ ഇയാൾ കരച്ചിൽ നിർത്തുന്നില്ല, ഇയാൾ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന. അന്നേരം എനിക്ക് എന്തോ പെട്ടെന്ന് എനിക്കൊരു ഇത് മൈൻഡിൽ വന്നത്, എന്തായാലും നിങ്ങൾ ഇവിടം വരെ വന്നല്ലേ. ഞാൻ അയാളൊരു ഷൂവിൽ നിന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഇവിടെ വരെ വന്നല്ലേ, അപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വിളിച്ച് സംസാരിച്ച് ഒരു ½ hour സംസാരിച്ച് ഞാനവിടെ വെയിറ്റിംഗ് ആണ്. കട്ട പോസ്റ്റാണ്, എനിക്ക് ഈ കോപ്പ് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ. നൈറ്റ് ഷിഫ്റ്റാണ്, വർക്ക് ചെയ്തവർക്ക് മനസ്സിലാവും, ഭ്രാന്ത് സീനാണ്. അങ്ങനെ ഇയാളിങ്ങനെ സംസാരിച്ച് ഒരു ½ hour സംസാരിച്ചിട്ട്, അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇമിഗ്രേഷൻ്റെ ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇയാൾ ഫോൺ കട്ട് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ വന്നതിന്. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ?